ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അങ്കമാലിയിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, വളരെ 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 സന്തോഷത്തോടു കൂടിയിട്ടാണ്, അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആവേശകരമായ ഒരു സ്വീകരണമാണ് ഇന്ന് നിങ്ങളിവിടെ നൽകിയത്. ഈ സ്വീകരണം ഞാൻ എന്നും എൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തു നിന്ന ഒരു നിമിഷമാണിത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഭരണം അവസാനിപ്പിച്ച് കേരളത്തിലെ ഒരു UDFന്റെ ഭരണം വേണം എന്ന് കേരളം മുഴുവൻ ആഗ്രഹിച്ചു, അങ്കമാലിയും ആഗ്രഹിച്ചു. നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ള അതിഗംഭീരമായ വിജയം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കാൻ സാധിച്ചു. 102 സീറ്റുകളുടെ ചരിത്ര വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ UDFന് നൽകിയത്. അങ്ങനെ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അതിന്റെ ഭാഗമായി അങ്കമാലിയുടെ പ്രതിനിധിയായ എനിക്കും ഈ സർക്കാരിൽ ഒരു മന്ത്രിയായി വരാൻ സാധിച്ചു എന്നുള്ളത് അത് എന്റെ മിടുക്കല്ല, അങ്കമാലിക്ക് ലഭിച്ച അംഗീകാരമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ്. നിങ്ങളാണ് ഈ സ്ഥാനത്തിന് എന്നെ പ്രാപ്തരാക്കിയത് എന്നത് എന്നും ഞാൻ നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളിവിടെ നൽകിയ ഈ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, നമുക്കത് വിശദമായിട്ട് പിന്നീട് നമുക്ക് സംസാരിക്കാം. എന്തായാലും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഒക്കെ എന്നും കൂടെ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്നേഹത്തിന്, ഈ സ്വീകരണത്തിന്, ഇവിടെ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ തൊട്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.